ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. അപ്പോൾ ഇന്ന് ഒരു അയ്യപ്പൻ വിളക്ക് മഹോത്സവം നടക്കുന്നുണ്ട്. അവിടേക്ക് ഞങ്ങൾ പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ആദനാട് അയ്യൻ്റെ എവിടെയാണ് പാട്ട്? നെന്മാറയിലാണ്. ആദനാട് കുന്ന് എന്ന് പറയും. അവിടെയാണ് ഇന്ന് അയ്യപ്പൻ പാട്ടുള്ളത്. ഇവിടെ നിന്ന് ഒരു 6 കിലോമീറ്റർ പോകണം. 6 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ മലയുണ്ട്. ആ മലൻ്റെ മുകളിലാണ് കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് തന്നെ 1.5-2 കിലോമീറ്ററോളം നടക്കണം മുകളിലേക്ക്. അത്രയും മുകളിലാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് റെഡിയായി. രണ്ടുപേരേ ഉള്ളൂ, കുഞ്ഞാവിയൊന്നുമില്ല. അപ്പോൾ രണ്ടുപേരും കൂടി പോകാമെന്ന് തീരുമാനിച്ചു. ഞാൻ വർക്ക് കഴിഞ്ഞ് വന്ന ശേഷമാണ് പോകാൻ തന്നെ തീരുമാനിച്ചത്. അപ്പോൾ എന്തായാലും 6 മണിയായി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കേട്ടോ. അപ്പോൾ വർഷം നടക്കുന്ന ഒരു പാട്ടാണ്. അപ്പോൾ എല്ലാ വർഷവും ഉള്ളതാണ്. കഴിഞ്ഞ വർഷം പോകാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഇപ്രാവശ്യം ഒന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ പോകുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 5 കിലോമീറ്റർ അങ്ങോട്ട്, പിന്നെ 2 കിലോമീറ്റർ മുകളിൽ 7 കിലോമീറ്റർ ശരിക്കും പറഞ്ഞാൽ പോകണം. അപ്പോൾ നമ്മുടെ അടുത്തൊരു പുഴ, പോത്തൻ ഡാമിൽ നിന്ന് വരുന്ന പുഴയായിട്ടായി കാണുന്നത്. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ നമ്മൾ മെയിൻ റോഡിലെത്തി. മെയിൻ റോഡിൽ നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് നടന്നു പോകണം. ഇവിടെ നിന്ന് കുറച്ച് ഇവിടെ നിന്ന് മുതൽ മുകളിൽ വരയ്ക്കും നടക്കണം എന്ന് വെച്ചോ. ഇവിടെ നിന്ന് നടന്ന് മുകളിലേക്ക് എത്തണമെങ്കിൽ ഇതേ കാണുന്ന ഏറ്റവും മുകളിൽ ഒരു ലൈറ്റ് കാണുന്നുണ്ടോ? ഇതാണ് ആദനാട് കുന്ന്. ആദനാട് കുന്നിൽ അയ്യപ്പ ക്ഷേത്രമാണ്. വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഇവിടെ പരിപാടിയുള്ളൂ. അപ്പോൾ ഇതിന് ഒരുപാട് ജനങ്ങൾ വരും. കാലത്ത് മുതലുണ്ട് അന്നദാനവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ രാത്രി നിറയെ ആൾക്കാർ വരും. രാത്രിയും നിറയെ ആൾക്കാർ വരും. ഇത് റുഗടം പിടിച്ച വഴിയാട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലും മുള്ളും പറഞ്ഞ പോലെ മലയെ കയറി വേണം പോകാൻ. റോഡൊന്നുമില്ല, ഫുള്ള് കല്ലും. എന്താ പറയുക, കുറച്ച് നിരപ്പുണ്ടെങ്കിൽ കുറേ കയറ്റമായ വഴികളും. കാടാണ്, ഫുള്ള് കാടിൻ്റെ മുകളിൽ കൂടെ തന്നെ നിറയെ ജനങ്ങൾ രാത്രിയും പകലും കയറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറേ ആയി ആഗ്രഹം. കഴിഞ്ഞ വർഷം പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ റെഡിയായി പോകാമെന്ന് പറഞ്ഞിട്ട് 6 മണിക്ക് ഞങ്ങൾ സത്യം പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ മുകളിലെത്തി അതിൻ്റെ ഇടത്താവളമുണ്ട്. ഇവിടുത്തെ അവിടുത്തെ കല്ലിടാംകുന്ന് എന്ന് പറയുന്ന സ്ഥലമാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇടത്താവളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാതി മല ഇപ്പോൾ കയറി കഴിഞ്ഞു. അപ്പോൾ അവിടെ ഇവിടെ നിറയെ ജനങ്ങളൊരു തറയും ഇതൊക്കെ ഉണ്ട്. അവിടെ കല്ലൊക്കെ പെറുക്കി ഇടുന്നൊരു ഇതുണ്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഇനി ഇവിടെ നിന്ന് കുറേ കൂടി പോകണ്ട, ഒരു 1/2 കിലോമീറ്റർ കൂടി ഇപ്പം നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നിറയെ ജനങ്ങൾ. മുകളിൽ നിന്ന് കാണിച്ചു കഴിഞ്ഞാൽ താഴേക്ക് കാണുന്നുണ്ട് ചെറിയ ലൈറ്റുകൾ, അതാണ് താഴ്ഭാഗം. അപ്പോൾ ഞങ്ങളിതേ മുകളിൽ നിന്ന് വീണ്ടും അവിടെ നിന്ന് കഴിഞ്ഞ് മുകളിലേക്ക് നടന്നു. കാരണം വൈകൊണ്ടേയിരിക്കണം. വന്നത് ടോപ്പിലെത്തി. അങ്ങനെ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ആദ്യത്തെ പടികൾ ഇവിടെ കയറി തുടങ്ങിയിട്ടാണ്. ഇവിടെ ചെറിയൊരു അമ്പലമാണ്, പക്ഷെ വർഷത്തിലൊരു പരിപാടി മാത്രമേ ഉള്ളൂ. നിറയെ ജനങ്ങൾ വരും. അപ്പോൾ ഞങ്ങൾ തൊഴുതലൊക്കെ തൊഴുത് കഴിഞ്ഞ് നേരെ വന്നിട്ട് പ്രസാദം വാങ്ങാൻ വേണ്ടി നിൽക്കണം കേട്ടോ. പ്രസാദം ഒരെണ്ണം വാങ്ങി. അപ്പോൾ പ്രസാദം വാങ്ങിക്കഴിഞ്ഞു. ഇനി 2-3 സ്ഥലത്ത് കൂടി തൊഴാനുണ്ട്. അപ്പോൾ അവിടെയും കൂടി തൊഴുതിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെയും കൂടി തൊഴാൻ പോയി. അപ്പോൾ അവിടെ തൊഴുത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ഫ്രണ്ടിൽ പോയി തൊഴുതണം പറഞ്ഞിട്ട് നേരെ ഫ്രണ്ടിലേക്ക് പോയിട്ട് ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി സൈഡിൽ നിന്നു. കാരണം ഫ്രണ്ടിൽ പോയി വീഡിയോ എടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ സൈഡിൽ നിന്നിട്ട് നല്ല വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഒന്നുകൂടി തൊഴുതിട്ട് വരാൻ പറഞ്ഞിട്ട് വീണ്ടും അവിടെ പോയിട്ട് നിൽക്കുകയാണ് ആള്. പഞ്ചവാദിയാണ്. പഞ്ചവാദി നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല കോട്ടാണ്. മേളങ്ങാർ പെരുകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ മേളമൊക്കെ നോക്കി അവിടെ ഇങ്ങനെ നിന്നു. അങ്ങനെ ഒരുപാട് നേരം നിന്നാലും താഴേക്ക് ഇറങ്ങി വരുന്ന സമയം തോന്നും. കുറച്ച് നേരം നിന്നിട്ട് നമ്മൾ നേരെ ശരി എന്നാൽ പോകാമെന്ന് പറഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ തൊഴുതൽ കഴിഞ്ഞു, പ്രസാദമൊക്കെ വാങ്ങി. എന്നാൽ ഇനി തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് താഴേക്ക് നമ്മൾ ഇറങ്ങിയിട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 1.5 കിലോമീറ്റർ കൂടി താഴേക്ക് ഇറങ്ങണം. ഇതാണ് അമ്പലം. അപ്പോൾ അമ്പലത്തിലാണ് നമ്മൾ താഴേക്ക് ഇറങ്ങി. അപ്പോൾ ഇറങ്ങി വരുമ്പോൾ എന്തായാലും മുകളിൽ നിന്നിട്ട് 2-3 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഫോട്ടോ എടുത്തു. കാരണം അതിൻ്റെ കൂടെ തന്നെ വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് നമുക്ക് താഴേക്ക് വീണ്ടും ഇറങ്ങാം. പിന്നെ കൂടുതൽ നേരം നിന്ന് കഴിഞ്ഞാൽ സമയം വൈകും. ഇപ്പം തന്നെ സമയം വൈകി. സുഹൃത്തുക്കളെ, നിങ്ങൾക്കൊരു കാര്യം അറിയും. ഈ താഴേക്ക് നോക്കിയേ. ഇവിടെ നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന ഭാഗം നെന്മാറയാണ്. എത്ര മനോഹരമായ കാഴ്ച അല്ലേ. അപ്പം അത്രയും മുകളിലാട്ടോ നിൽക്കുന്നത്. അങ്ങനെ വേഗം ഞങ്ങൾ താഴെ ഇറങ്ങി വന്നു. ഇനിയിപ്പോൾ അലുവ വാങ്ങണം, പൊരി വാങ്ങണം. അപ്പോൾ നേരെ അലുവക്കടയിൽ കയറി 1 കിലോ അലുവ വാങ്ങി. അലുവയും വാങ്ങി. പിന്നെ ഈ ചിപ്സ് പോലത്തെ ഒരു സാധനം കുഞ്ഞാവയ്ക്ക് കൂടുതൽ ഇഷ്ടമാണ്. അതിൻ്റെ പേരെന്താണ്? അതൊരെണ്ണം വാങ്ങി. പേര് എനിക്ക് അത്ര വ്യക്തമല്ല. ഞാൻ അതൊരെണ്ണം വാങ്ങി. 1 കിലോ അലുവയും വാങ്ങി. നേരെ അപ്പുറത്ത് പൊരിക്കാരുടെ അടുത്ത് പോയി കുറച്ച് അവിടുന്ന് പൊരിയും വാങ്ങി. അതിനുശേഷം നേരെ നടന്നു. കുറച്ചുകൂടെ നടക്കാനുണ്ട് കേട്ടോ. അവിടുന്ന് വണ്ടി നിർത്തി അവിടേക്ക്. കാരണം വണ്ടികൾ മുകളിലേക്കത്തില്ല. 2 സൈഡ് നിറയെ കടകളൊക്കെ ഉണ്ട്. മറ്റേ ഉരുളക്കിഴങ്ങിന് എന്തോ പേര് എനിക്കറിയില്ല, എന്തോ പേര് പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞു അങ്ങനെ വന്നപ്പോഴാണ് കോഴിക്കോടൻ അലുവ വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കോഴിക്കോട് അലുവ നല്ല പേര് കേട്ടതാണല്ലോ. നല്ല വെറൈറ്റി സാധനങ്ങൾ. അവിടെ നിന്നും ഒരു 1 കിലോ വാങ്ങി. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ എവിടെയെന്ന് ചോദിക്കില്ല, ഞാനാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് എന്നെ വീഡിയോയിൽ കാണാത്തത് കേട്ടോ. സുഹൃത്തുക്കളെ, ഞങ്ങളുടെ അമ്പല ദർശനം കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങി. അപ്പോൾ അടുത്ത ഒരു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം സുഹൃത്തുക്കളെ. ഓക്കെ, ബൈ.